ഒക്കെ സർവേ ചെയ്യുന്ന കാണിക്കുകയാണ്. എല്ലാം കൂടി വീഡിയോ ആക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവസാനം ആവാറായപ്പം വീഡിയോ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം 72% ആയിട്ടുണ്ട്. ഞാൻ നോക്കിയാൽ കാണാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാതെയാണ് ചെയ്യുന്നത്. ആ സ്പീഡ് കാണുമ്പോൾ ഞാൻ മനസ്സിലാവും. ചിലപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നിടത്തേ പ്ലീസ് സെലക്ട് ഐ അഗ്രി എന്നുള്ളത് നമ്മളറിയാതെ അത് വായിക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടങ്ങ് പോകും. അപ്പോഴേ സർവേ ക്ലോസ് ആവും. കാരണം നമ്മൾ വായിക്കാതാണ് ചെയ്യുന്നത്, അതിന് മനസ്സിലാവും, അതിൻ്റെ അൽഗോരിതത്തിൽ. മനസ്സിലായോ? അങ്ങനെയുള്ള കുരുട്ട് ബുദ്ധികളൊക്കെ ഈ സർവേയിലുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഇച്ചിരി സമയമെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാനാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുമ്പ് എന്താ പറഞ്ഞത് എടുത്തൊന്നും കൂടി പറഞ്ഞിരിക്കുക. ചിലപ്പം ചോദിച്ച ചോദ്യങ്ങൾ തന്നെ പിന്നെയും ചോദിക്കും കേട്ടോ. അപ്പോഴും നേരത്തെ കൊടുത്ത അതേ സെയിം ഉത്തരം തന്നെ കൊടുക്കണം. നമ്മൾ 3 മാസത്തിനുള്ളിൽ ഇതിലേത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത്? അടുത്ത 3 മാസത്തിനുള്ളിൽ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് ഇച്ചിരി സമയമൊക്കെ എടുത്ത് ചെയ്യുക. വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴേ കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും AI കൊടുത്താൽ അത് ഉത്തരം തരും. അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ലോജിക്ക് വരുന്ന രീതിയിൽ ചെയ്യുക, ഉത്തരങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇന്ന സംഭവത്തിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അടുത്ത ചോദ്യം വന്നത് ആ സാധനം നിങ്ങൾ 3 മാസത്തിന് ഇടയിൽ എപ്പോഴാണ് ചെയ്യുന്നതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്റ്റ് ആയിപ്പോകും. അതുകൊണ്ട് എന്തുവാ, വേറെയുള്ള ഉത്തരങ്ങളൊക്കെ കൊടുക്കണം, ലോജിക്കായിട്ടുള്ള.
എങ്ങനെയൊക്കെ കൊടുക്കുക കൊടുക്കുക. ഇതാണ് ഫൈനല്. ഇതിൻ്റെ ഇടയ്ക്കാണ് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താണെന്ന് ഞാൻ വായിച്ചില്ല, ഒന്നുകൂടി വായിക്കാം. ഹൗ മെനി പീപ്പിൾ ആർ ലിവിങ് കറണ്ട്, നിങ്ങളുടെ അഡ്രസ്സിൽ എത്ര പേരുണ്ടെന്ന്. ഓക്കെ, തൊണ്ണൂറ്റെട്ടായി കേട്ടോ. ഇവിടെ ഇത് തീർന്നെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് കിട്ടിയോ ഇല്ല എന്നുള്ളത്. ഓക്കെ, മനസ്സിലായി. 250 സെൻറ്റാണ് കിട്ടിയത് ഈ ഒരു സർവേ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. പരിശ്രമിക്കുക. ഓക്കെ, ആ ഒരു നിരന്തരം ചെയ്യുമ്പം ആ ഒരു അൽഗോരിതവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതിനനുസരിച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ.